ജാനുവരി 5-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് മണിപ്പൂരിൽ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഗവർണർ അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അദ്ദേഹം അത്തരത്തിലൊരു സജഷനാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ എന്താണ് മണിപ്പൂരിലെ വിഷയം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ അജയ് കുമാർ ഭല്ല അദ്ദേഹമാണ് പുതിയതായിട്ട് മണിപ്പൂരിൽ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അവിടെ ഒരു റിവ്യൂ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫീസിൽ ചാർജ് എടുത്തതിന് ശേഷം. അപ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമുക്കറിയാം മണിപ്പൂരിൽ വലിയ ഇഷ്യൂ, പ്രത്യേകിച്ചും എത്നിക് കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980 അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുകയാണ്. ഒരു വർഷം പീരീഡ് വരെ ആൾക്കാരെ ട്രയൽ ഇല്ലാതെ കോടതിയിൽ ഹാജരാക്കാതെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് ആണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ NSA എന്ന് പറയുന്നത് ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ ലോ ആണ്. അതായത് കരുതൽ തടങ്കൽ നിയമമാണെന്ന് പറയാം. ഒരാൾ കുറ്റം ചെയ്യുന്നതിന് മുന്നേ തന്നെ അയാൾ കുറ്റം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി അയാളെ അറസ്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ, കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. പബ്ലിക് ഓർഡറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നാഷണൽ സെക്യൂരിറ്റി വിഷയങ്ങളിലൊക്കെയാണ് ഈ നിയമം അല്ലെങ്കിൽ ഈ ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് വെച്ചാൽ ഡീറ്റെയിൻമെന്റ് ആണ്. അതായത് ഒരാൾ ഫ്യൂച്ചറിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്, ഒരു ക്രൈമിന് കാരണമാകുന്നത് തടയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോസിക്യൂഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടി അദ്ദേഹത്തെ മുൻകൂറായി അറസ്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 22 ക്ലോസ് 3 ക്ലോസ് ബിയിൽ, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് തന്നെ പ്രിവെന്റീവ് ഡിറ്റൻഷനെ അലൗ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അല്ലെങ്കിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഭരണഘടനാപരമായിട്ട് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ്. അതായത് ഒരാളുടെ പേഴ്സണൽ ലിബർട്ടിയെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? സ്റ്റേറ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ പബ്ലിക് ഓർഡർ, ക്രമസമാധാനം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. എന്നാൽ ആർട്ടിക്കിൾ 22 ക്ലോസ് 4 പ്രകാരം ഇത്തരത്തിലുള്ള ഈ ഒരു നിയമം പാർലമെന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പാർലമെന്റ് നിയമം പ്രകാരമുള്ള ഡീറ്റൻഷൻ എന്ന് പറയുന്നത് 3 മാസത്തിൽ കൂടുതൽ ഡീറ്റൻഷൻ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം 12 മാസം വരെ ഡീറ്റൻഷൻ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് 1980 എന്ന് പറയുന്നത്. ഈ ഒരു ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെന്റും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഒരു പേഴ്സണെ ഡീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അദ്ദേഹം കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി വിഷയത്തിൽ അല്ലെങ്കിൽ ക്രമസമാധാനം വിഷയത്തിൽ ഒരാളെ മുൻകൂറായിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അയാൾ പബ്ലിക് ഓർഡറിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അദ്ദേഹത്തെ മുൻകൂറായി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ ടൈം 3 മാസമേ ഉള്ളൂ, പക്ഷെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് 12 മാസം വരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതായത് അതുകൂടാതെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന ഒരു ബോഡിയെ രൂപീകരിക്കുന്നതിനെ കുറിച്ചും നാഷണൽ സെക്യൂരിറ്റി ആക്ടിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക് ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി വിഷയങ്ങൾ അഡ്വൈസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബോഡിയെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ NSC എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ, ഹൈ ലെവൽ ബോഡിയാണ്. പ്രധാനമന്ത്രിക്ക് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകും. നാഷണൽ സെക്യൂരിറ്റി, സ്ട്രാറ്റജിക് പോളിസി, ഡിഫൻസ് തുടങ്ങിയിട്ടുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ബോഡിയാണ്. ഇപ്പൊ NSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ 1998 ഇത്തരത്തിലുള്ള നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ രൂപപ്പെട്ടത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത, എബോള വൈറസ് ശരീരത്തിന്റെ സ്കിന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എബോള എന്ന് പറയുന്ന രോഗം വൈറസ് രോഗമാണ് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പൊ എബോള ട്രാൻസ്മിഷൻ നോർമലി ബോഡിലി ഫ്ലൂയിഡുകളുടെ കോണ്ടാക്ട് കൊണ്ടാണ് സംഭവിക്കുക. ഉദാഹരണത്തിന് ബ്ലഡ് കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ബോഡിയിലെ ഫ്ലൂയിഡുകളുടെ ട്രാൻസ്മിഷൻ വഴിയാണ് സംഭവിക്കുന്നത് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോ സ്കിൻ സർഫസിൽ, അതായത് ശരീരത്തിന്റെ തൊലിയുടെ ഭാഗത്ത് വൈറസിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്റ്റഡിയുടെ ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഒരു എബോള വൈറസിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ ഈ ഒരു സ്കിന്നിലും മറ്റുമൊക്കെ
മരണത്തിന് ശേഷം ഈ ഒരു വൈറസിന്റെ സാന്നിധ്യം കാണുന്നുണ്ട്. അതായത് പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ നടക്കാനുള്ള ഒരു സാധ്യത ബോഡിലി ഫ്ലൂയിഡ് കൂടി അല്ലാതെ പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷൻ നടക്കാനുള്ള ഒരു സാധ്യതയെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റഡിയിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ US ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്രകാരം ഈ ഒരു എബോള വൈറസ് നമുക്ക് സ്കിൻ ലെയറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ശരീരത്തിലെ ചില സ്പെസിഫിക് സ്കിൻ സെല്ലുകളെ എബോള വൈറസ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇത് അഡീഷണൽ ഒരു റൂട്ടായി മാറിയിട്ട് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡിയിൽ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഓർത്ത് വെക്കുക, എബോള എന്ന് പറയുന്ന ഒരു വൈറസ് രോഗമാണ്. ഇത് നോർമലി ബോഡിലി ഫ്ലൂയിഡിലേക്കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ റീസെന്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രകാരം ഇത് സ്കിന്നിലൂടെയും ട്രാൻസ്ഫർ പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്റ്റിലൂടെയും ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് കൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ന്യൂട്രീഷൻ ടാർഗറ്റുകളും അതിന്റെ പ്രോഗ്രസ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് ന്യൂട്രീഷൻ പോളിസികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ടുള്ള ടാർഗറ്റിംഗ് നടക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിൽ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഗ്ലോബൽ ന്യൂട്രീഷൻ ടാർഗറ്റുകൾ, ഇത് ആരാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് പബ്ലിക് ഹെൽത്ത് പോളിസിയുമായി സംബന്ധിച്ച് ഈ ഒരു ഗ്ലോബൽ ന്യൂട്രീഷൻ ടാർഗറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലോബൽ ന്യൂട്രീഷൻ ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ ബൈ 2025 കൂടിയിട്ട് നമ്മളുടെ ലോകത്തിൽ അല്ലെങ്കിൽ ലോകത്തുള്ള വിവിധ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. പ്രത്യേകിച്ചും മെത്തേഡ് അമ്മയുടെയും അതുപോലെ കുട്ടിയുടെയും ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണെന്നുള്ളത്. അപ്പോൾ 2025 കൂടിയിട്ട് സ്റ്റണ്ടിങ്ങിൽ വളർച്ചക്കുറവ് എന്നുള്ളത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 40% താഴേക്ക് കുറക്കുക 40% കുറക്കുക എന്നുള്ളതാണ്. സ്ത്രീകളിലെ അനീമിയ എന്ന് പറയുന്നത് 2025 കൂടി 50% കുറക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓവർ വെയ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള അതായത് ടാർഗറ്റുകൾ 2025 കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതിന്റെ ഭാഗമായിട്ടുള്ള വേൾഡ് ഹെൽത്ത് അസംബ്ലിയും ചേർന്ന് ഈ ഒരു ഗ്ലോബൽ ന്യൂട്രീഷൻ ടാർഗറ്റുകൾ വച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു റിവ്യൂ റിപ്പോർട്ട് 2012 മുതൽ 2021 വരെയുള്ള റിവ്യൂ റിപ്പോർട്ട് ലാൻസെറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 204 രാജ്യങ്ങളും അവരുടെ പ്രൊജക്ഷൻസ് 2050 വരെ എന്ത് പ്രോഗ്രസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ ഈ ഒരു റിപ്പോർട്ടിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ആണ്. വളരെ കുറഞ്ഞ രാജ്യങ്ങൾ മാത്രമാണ് 2030 കൂടിയെങ്കിലും സ്റ്റണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റുകൾ പോലും മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു രാജ്യങ്ങളും ലോ ബർത്ത് വെയിറ്റ്, അനീമിയ, ചൈൽഡ്ഹുഡ് ഓവർ വെയിറ്റ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല, ടാർഗറ്റുകൾ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലത്തെ സാഹചര്യം നോക്കി കഴിഞ്ഞാൽ അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു അയേൺ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ഡെക്കേഡുകളായിട്ട് 20 വർഷത്തോളമായിട്ട് ഇന്ത്യയിൽ സ്റ്റാറ്റിക് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും അയേൺ ഡെഫിഷ്യൻസി ആണ് ഇതിന്റെ കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ അയേൺ ഡെഫിഷ്യൻസി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്ററി അയേൺ ഇൻടേക്ക് അതായത് അയേൺ ഗുളികകളൊക്കെ നൽകുന്നുണ്ട് അംഗനവാടി വഴിയൊക്കെ. അതുപോലെ തന്നെ ഫോർട്ടിഫിക്കേഷൻ വഴിയും സപ്ലിമെന്ററി ഐറ്റംസ് വഴിയൊക്കെ ന്യൂട്രീഷൻ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കാര്യമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടത്തിയ സർവേസിൽ മറ്റുമൊക്കെ അയൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അനീമിയയുടെ മൊത്തം കേസുകളുടെ 1/3 കേസുകൾക്ക് മാത്രമേ കാരണമാവുന്നുള്ളൂ. മറ്റൊന്നാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡയറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പൊ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡയറ്റ് കൊണ്ടുവരിക എന്നുള്ളത്, വ്യത്യസ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കേണ്ടതായിട്ട്. ഇതില് മറ്റൊരു കൺസേൺ ആയിട്ട് പറയുന്നത് ഇതിന്റെ അളക്കുന്ന ഈ അനീമിയ എത്ര ഉണ്ട് എന്ന് അളക്കുന്ന, അനീമിയ ഉണ്ടോ ഇല്ലയോ എന്ന് അളക്കുന്ന മെത്തേഡുകളുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു അനീമിയ എന്ന് പറയുന്ന അത് മെഷർമെന്റുമായി ബന്ധപ്പെട്ട കട്ട് ഓഫുകളും മറ്റുമൊക്കെ നമുക്കറിയാം. ഇത്രയാണെങ്കിൽ അനീമിയ, ഇത്ര അല്ലെങ്കിൽ അനീമിയ, ആ ഒരു കട്ട് ഓഫുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകളും ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുന്നത്. ഈ സ്റ്റണ്ടിങ് വളർച്ചക്കുറവിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ സ്റ്റണ്ടിങ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 7-8% ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് 40%-ത്തിലേക്കാണ് സ്റ്റണ്ടിങ്
ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഓവർ ഫീഡിംഗ് ആണ് എന്നുള്ളത് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. 2 വയസ്സിൽ താഴെ കുട്ടികൾക്ക് ഈ ഒരു അമ്മ ഫീഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിലെ ഫാറ്റ് അക്യുമുലേഷൻ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ലൈഫ് ആദ്യത്തെ 2 വർഷം, അതായത് ആദ്യത്തെ 2 വർഷം കുട്ടികളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ചൈൽഡ്ഹുഡ് ഓവർ വെയ്റ്റുമായി ബന്ധപ്പെട്ട മെറ്റബോളിക് ഓവർ ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചില കുട്ടികളിൽ ജനിക്കുമ്പോൾ തന്നെ ഓവർ വെയ്റ്റ് പ്രിലവന്റ് ആണ്. പ്രത്യേകിച്ചും ഗ്ലോബലി അണ്ടർ ന്യൂട്രീഷൻ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ആവശ്യത്തിന് പോഷകാഹാരം ഇല്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നമായിട്ട്. ഇപ്പൊ മെറ്റബോളിക് റിസ്ക് എന്ന് പറഞ്ഞാൽ 50% ഇന്ത്യൻ ചിൽഡ്രൻസിലെ കുട്ടികളിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. 5 മുതൽ 19 വയസ്സുള്ള കുട്ടികളിൽ ഇത് വളരെ സിവിയർ ആണ്. ഈവൻ സ്റ്റണ്ടർഡും അണ്ടർ വെയ്റ്റും ഉള്ള കുട്ടികളുണ്ട് എന്ന് ഓർക്കുക. അതേപോലെ ഓവർ ന്യൂട്രീഷൻ പോലുള്ള അധികമായിട്ട് ഫുഡ് എടുക്കുന്ന, അധികം മധുരം എടുക്കുന്നത്, അധികം എണ്ണ കഴിക്കുന്നതൊക്കെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസുകൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഒബേസിറ്റി, ക്യാൻസർ, ഹാർട്ട് ഡിസീസ് തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരാത്ത ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ടാർഗറ്റുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് അണ്ടർ ന്യൂട്രീഷൻ അതുപോലെ തന്നെ ഓവർ ന്യൂട്രീഷൻ രണ്ടിനെയും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർഗറ്റുകൾ ഉണ്ടാവണം. ഇപ്പോൾ സൈമൾട്ടേനിയസ്ലി മാൽ ന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷനും ഓവർ ന്യൂട്രീഷനും ചേർന്നതാണ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെറ്റബോളിക് റിസ്കുകളെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറെ കൂടി റിച്ച് ആയിട്ടുള്ള ഡയറ്റുകൾ, ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1000 ദിവസങ്ങൾ, അതായത് കുട്ടിയുടെ കൺസംഷൻ മുതൽ 2 ഇയേഴ്സ് വരെയുള്ള ആദ്യത്തെ ജനിച്ച മുതൽ 1000 ദിവസമല്ല, കുട്ടി ഭ്രൂണം ഉണ്ടാവുന്നത് മുതൽ ആദ്യത്തെ 2 വയസ്സ് വരെയുള്ളതാണ് 1000 ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു പ്രായം വളരെയധികം ശ്രദ്ധിക്കണം. കുട്ടിക്ക് സ്റ്റണ്ടിങ് ഉണ്ടാവുന്നില്ല, അണ്ടർ ന്യൂട്രീഷൻ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ എടുക്കണം. കൃത്യമായിട്ട് അനീമിയയും സ്റ്റണ്ടിങ്ങിനെയും ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി അംഗൻവാടി വഴിയൊക്കെ 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അംഗൻവാടി വഴി ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇത് പോഷൻ ഗൈഡ് ലൈൻ പ്രകാരം നൽകുന്നതാണ്. അത് കൃത്യമായിട്ട് നൽകുന്നുണ്ട്, അത് കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. അതേ സമയത്ത് അണ്ടർ ന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതൊരു ഡ്യുവൽ ബേർഡൻ സിറ്റുവേഷൻ ആണ്. മാൽന്യൂട്രീഷൻ സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിലേക്കൊക്കെ വരുന്നതിന് ഇത് കാരണമാകും. അപ്പോൾ നിലവിലുള്ള ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചാലഞ്ചസുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം പ്രശ്നങ്ങളെ സോൾവ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള ടാർഗറ്റുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകളും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നാണ് ഡിസ്കഷനിൽ പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, മൊസ്കിറ്റോസിന്റെ മൊസ്കിറ്റോസിന്റെ പ്രജനനത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, അല്ലെങ്കിൽ മൊസ്കിറ്റോ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും ലിപ്പിഡ് ട്രാൻസ്പോർട്ട് മെക്കാനിസത്തെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മലേറിയ പോലുള്ള കൊതുക് പരത്തുന്ന രോഗങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പോൾ റീസെന്റ് ആയിട്ട് നടത്തിയ ഒരു സ്റ്റഡിയിലാണ് ഈ ഒരു അനോഫിലസ് മൊസ്കിറ്റോസിലുള്ള അവരുടെ ലിപ്പിഡ് ട്രാൻസ്പോർട്ട് മെക്കാനിസം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുവഴി ഈ ഒരു മൊസ്കിറ്റോ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മലേറിയ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്ന വെക്ടർ കാരണമാണ് ഉണ്ടാവുന്നത്. ഇത് പ്രധാനമായിട്ടും കൊതുകാണ് ക്യാരി ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ഫൈൻഡിങ് എന്താണ്. ലിപ്പോഫോറിൻ എന്ന് പറയുന്ന ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ഉണ്ട്. ഇതാണ് ഈ ഒരു മൊസ്കിറ്റോസിൽ ലിപ്പിഡ് ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിപ്പോഫോറിനെ അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വിവിധ തരത്തിലുള്ള ലിപ്പേസ് ഇൻഹിബിറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ മൊസ്കിറ്റോസിന്റെ സ്റ്റെറിലിറ്റിയെ തന്നെ, മൊസ്കിറ്റോസിന്റെ പ്രജനന ശക്തിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആക്ച്വലി ഇത് മൊസ്കിറ്റോ എംബ്രിയോസിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡാമേജ് ചെയ്യും. അതുവഴി മൊസ്കിറ്റോസിന്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിപ്പോലൈസിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് എംബ്രിയോ മെക്കാനിസത്തെ, മെറ്റബോളിസത്തെ ബാധിക്കും. അതായത് കൊതുകുകൾക്ക് പിന്നെ കൊതുകുകൾ പ്രജനനം നടത്തി കൊതുകുകളെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോർമൽ എംബ്രിയോജെനിസിസ് ടൈമിലാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിലും ഇത് നമ്മൾ നേരത്തെ അതിലേക്ക് ചെയ്തു വെക്കുന്നതാണ്. അതുവഴി മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുകയും കൊതുകുകൾ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മലേറിയ രോഗത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെക്കാനിസത്തെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുവഴി മൊസ്കിറ്റോ പോപ്പുലേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മൊസ്കിറ്റോ പോപ്പുലേഷൻ വളരെ കൂടിയ രോഗസാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൊസ്കിറ്റോസിന്റെ പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത,
നമ്മുടെയൊക്കെ ഹൃദയം എന്ന് പറയുന്നത് ഒരിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഓട്ടോ റിപ്പയർ ആവില്ല ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ സീബ്ര ഫിഷ് എന്ന് പറയുന്ന ഫിഷിന്റെ ഹൃദയം എന്ന് പറയുന്നത് അത് ഡാമേജ് ആയി കഴിഞ്ഞാലും ഓട്ടോ റിപ്പയർ ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. കാരണം ഈ ഒരു ടെക്നോളജി ഹ്യൂമൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മരണങ്ങൾ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ എന്താണ് സീബ്ര ഫിഷിന്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഹ്യൂമൻസിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സീബ്ര ഫിഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയുള്ള മീനുകളാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഹാർട്ടിന്റെ മസിൽ സെല്ലുകൾ റീജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ, അത് വീണ്ടും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 60 ദിവസത്തിനുള്ളിൽ അത് ഫുള്ളി റീസ്റ്റോർ ചെയ്ത് ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിലെ HMGA1 എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് ഈ ഒരു ഹാർട്ട് റീജനറേഷന് വേണ്ടി സഹായിക്കുന്നതായിട്ടുള്ളത്. ഇത് ഈ ഒരു റിപ്പയറിന് വേണ്ടിയിട്ടുള്ള ഡോർമെന്റ് ആയിട്ടുള്ള ജീനുകളെ ആക്ടിവേറ്റ് ചെയ്യുകയും അത് ഈ ഒരു ഹാർട്ടിനെ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്രൊമാറ്റിൻ റീമോഡലിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് പാക്കേജസ് ഓഫ് DNA ആണ്. അത് ഈ ഒരു ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ടുള്ള ജീൻ ബ്ലോക്കിനെ ആക്ടിവേഷനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് എന്ന് കൂടി ഓർത്തു വെക്കുക. ഈ ഒരു HMGA എന്ന് പറയുന്നത് ഈ ഒരു ക്രൊമാറ്റിൻ ഫോം ചെയ്യുന്നതിലുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കുകയും അതുവഴി ജീനിനെ ആക്റ്റീവ് ആക്കി മാറ്റുകയുമാണ് ചെയ്യുന്നതെന്നും കൂടി. ഈ ഒരു HMGA1 എന്ന് പറയുന്ന പ്രോട്ടീൻ അത് ജീനുകളെ, പ്രത്യേകിച്ചും ഹാർട്ട് മസിലുകൾ റീജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജീനുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്മാരിൽ HMGA1 ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരിലും ഇതുണ്ട്, അതുപോലെ തന്നെ എലികളിലും ഇതുണ്ട്. പക്ഷേ ഇത് നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് സ്റ്റേജിൽ, അതായത് ഭ്രൂണാവസ്ഥയിൽ മാത്രമാണ് ഇത് കാണുന്നത്. കാരണം ആ ഒരു സമയത്ത് റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. ആ ഒരു സമയത്ത് HMGA കാണുവാണ്. അഡൾട്ട് ഹ്യൂമൻസിലും മൈസിലും ഒക്കെ തന്നെ ഈ ഒരു HMGA എന്ന് പറയുന്ന ജീനിനെ ടേൺഡ് ഓഫ് ചെയ്തിരിക്കുകയാണ്. കാരണം എംബ്രിയോണിക് ഡെവലപ്മെന്റിന് ശേഷം ഇത് ഓൺ അല്ല എന്നുള്ളതാണ്. അതായത് ഇത് ഇനാക്റ്റീവ് ആണ് ഹ്യൂമൻസിലുള്ളത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ഇതിനെ ആക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്കിനെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിലവിൽ ഹാർട്ട് അറ്റാക്ക് നടന്നു കഴിഞ്ഞാലും ഹാർട്ട് പ്രവർത്തനം നിന്ന് കഴിഞ്ഞാലും നമ്മുടെ ഹ്യൂമൻസ് ബോഡിയിൽ അത് റീജനറേറ്റ് ചെയ്യില്ല. പക്ഷേ നമുക്ക് HMGA1 എന്ന് പറയുന്ന ജീനിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കതിന് പറ്റുന്നതാണ്. അപ്പോൾ സീബ്ര ഫിഷിൽ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഡോർമെന്റ് ആയിട്ടുള്ള ജീനുകളെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിനുള്ള വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ട് ഇത് മാറും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടാണ്. അടുത്തൊരു വാർത്ത നമുക്കറിയാം, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നമുക്ക് ബ്രീഫ് ആയിട്ട് ഒന്ന് നോക്കിപ്പോകാം. അപ്പോൾ ഇന്ത്യൻ റുപ്പി ഓൾ ടൈം ലോ ആയിട്ട് 85 രൂപ 81 പൈസ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 2024 ഡിസംബറിലാണ്. 2024 തന്നെ 3% ഡ്രോപ്പ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യത്തിന്റെ മാർക്കറ്റിൽ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആ രാജ്യത്തിന്റെ കറൻസിയുടെ ഡിമാൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ സപ്ലൈ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിന്റെ ഡിമാൻഡ് കൂടുതലാണ്, അതായത് അതിന്റെ സപ്ലൈ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മൂല്യം കൂടും. അതേസമയത്ത് സപ്ലൈ കൂടുതലാണ്, അതേസമയത്ത് ഡിമാൻഡ് കുറവാണ് എന്നുണ്ടെങ്കിൽ ആ കറൻസിയുടെ മൂല്യം കുറയുകയാണ് ചെയ്യുക എന്ന് ഓർത്ത് വെക്കുക. ഇതിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. സെൻട്രൽ ബാങ്കിന്റെ പോളിസീസ് ഉണ്ട്, RBIയുടെ പോളിസീസ്, ഇന്റർനാഷണൽ ട്രേഡിലെ ഡയനാമിക്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ സെന്റിമെന്റ് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഇതിനെ സ്വാധീനിക്കാറുണ്ടെന്ന് ഓർത്തുക. അപ്പോൾ ഈ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയാനുള്ള സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലൊന്ന് എന്ന് വെച്ചാൽ മോണിറ്ററി പോളിസിയും ഇൻഫ്ലേഷനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ മോണിറ്ററി പോളിസി പ്രകാരം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെന്ന് നമുക്കറിയാം. കുറച്ച് നാളുകളായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ തന്നെയാണ്. അതിനിടയിൽ അമേരിക്കയുടെ ഫെഡറൽ റിസർവ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിൽ എക്കണോമിയുടെ ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ട്. അതായത് എക്കണോമിയുടെ ഗ്രോത്ത് കുറയാന്ന് വെച്ചാൽ കമ്പനികൾക്കൊന്നും കാര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഡെവലപ്മെന്റിലൊക്കെ മിനിമം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കുറച്ചുകൂടി ലൂസ് ആണ് കമ്പയർഡ് ടു യുഎസിന്റെ ഫെഡറൽ റിസർവ്. ഇത് ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ മാർക്കറ്റിൽ വർദ്ധിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. ഇന്ത്യൻ റുപ്പിയുടെ സപ്ലൈ വർദ്ധിക്കുന്ന സമയത്ത് റുപ്പിയുടെ മൂല്യം കുറയും എന്നുള്ളതാണ്. മറ്റൊന്നാണ് ഇന്ത്യയിലെ ഹൈ ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ. ഇന്ത്യയുടെ ഹൈ ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആണ് കമ്പയർഡ് ടു US. അതുകൊണ്ട് തന്നെ റുപ്പിയുടെ പർച്ചേസിംഗ് പവർ കുറവാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇത് മെല്ലെ മെല്ലെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുന്നതിന് കാരണമാകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഫോറിൻ ഇൻവെസ്റ്റർ ബിഹേവിയർ എന്നുള്ളത്.
ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ എക്കണോമിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡോളർ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ റുപ്പിയാണ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് ഡിമാൻഡ് കൂടുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയും. അതേ സമയത്ത് അവർ ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വിറ്റ് പോവുകയാണ് ചെയ്തത്. അവർ ഫണ്ടുകൾ വിഡ്രോ ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റ് പോവുകയാണെങ്കിൽ അവർ ഇന്ത്യൻ റുപ്പി എടുത്തിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റ് കൊടുത്തിട്ട് പറയും നമുക്ക് ഡോളർ താന്ന് പറയും. അപ്പോൾ ഡോളർ വാങ്ങിയിട്ടാണ് അവർ പോകുക. അപ്പോൾ ഡോളറിന്റെ ഡിമാൻഡ് കൂടും, ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് കുറയും. ആക്ച്വലി കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് സെപ്റ്റംബർ മുതലുള്ള മാസങ്ങളിൽ ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ എക്കണോമി വിട്ടു പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മണി ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച് അവരെവിടെ പോകും? അവർ മറ്റ് രാജ്യങ്ങളിലാണ് പോവുക. ഉദാഹരണത്തിന് അമേരിക്കയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കാര്യമായിട്ട് കുറയും എന്ന് കൂടി ഓർക്കുക. കാരണം അതിനു പകരം ഡോളറിനെയാണ് അവർ എടുക്കുന്നുണ്ടാവുക. മറ്റൊന്നാണ് ഇന്ത്യയുടെ ട്രേഡ് ഡൈനാമിക്സ്. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. ക്രൂഡ് ഓയിൽ, ഗോൾഡ്, മറ്റുള്ളതൊക്കെ ഇമ്പോർട്ട് വർദ്ധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഡോളറിൽ വാങ്ങിയിട്ടാണ് ഇറക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഡോളറിൽ വാങ്ങി ഇറക്കുമ്പോൾ ഡോളറിന്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയും എന്നുകൂടി ഓർത്ത് വെക്കുക. അതേസമയത്ത് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് വർദ്ധിപ്പിച്ചാൽ മതി. പക്ഷെ നമ്മുടെ എക്സ്പോർട്ട് വളരെ സ്ലഗ്ഗിഷ് ആണ്, കാര്യമായിട്ടില്ല, ഫോറിൻ ഡിമാൻഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്സ്പോർട്ടും കാര്യമായിട്ട് വർദ്ധിച്ചില്ല, ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് സെൻട്രൽ ബാങ്കിന്റെ ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ RBI ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഇടപെടുന്നുണ്ട്. കാരണം RBIയുടെ കയ്യിൽ ഒരുപാട് ഡോളർ ഉണ്ട്. അപ്പോൾ RBIക്ക് വേണമെങ്കിൽ ഇന്ത്യൻ റുപ്പീനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഡോളറിനെ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഇന്ത്യൻ റുപ്പിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ഡോളറിന്റെ സപ്ലൈയെ ഇൻക്രീസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ചെയ്യുന്ന സമയത്തും ഇന്ത്യൻ റുപ്പിയുടെ മൂല്യത്തെ അത് ബാധിക്കും എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. അതായത് ഇന്ത്യയുടെ കയ്യിൽ ഏകദേശം 700 ബില്യൺ US ഡോളറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഫെഡറൽ റിസർവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 2024 സെപ്റ്റംബറിന് ശേഷം ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറയാൻ തുടങ്ങി. ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി RBI എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡോളറിന്റെ സപ്ലൈ വർദ്ധിപ്പിക്കാൻ വേണ്ടി RBIയുടെ കയ്യിലുള്ള ഡോളറിനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ RBI വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു. സോ ദാറ്റ് ഇന്ത്യൻ റുപ്പിയുടെ ഡോളറിന്റെ ഡിമാൻഡ് കുറക്കുക, ഇന്ത്യൻ റുപ്പിയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ. കാരണം RBI വിൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ റുപ്പി RBIക്ക് കൊടുക്കണം. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ 700 ബില്യൺ 640 ബില്യൺ US ഡോളറിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ RBI ഈ ഒരു എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. RBI ഈ ഒരു എഫേർട്ടും കൂടി എടുത്തില്ല എങ്കിൽ ഇന്ത്യൻ റുപ്പി കുത്തനെ താഴോട്ട് പോകുമായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ റുപ്പി വീക്കർ ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇറക്കുമതി കുറെ കൂടി എക്സ്പെൻസീവ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ക്രൂഡ് ഓയിൽ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, മറ്റ് ഇറക്കുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, ഗോൾഡ് പോലുള്ള പ്രൊഡക്റ്റുകൾക്ക് ചെലവ് കൂടും. അതേ സമയത്ത് ഇന്ത്യൻ എക്സ്പോർട്ടുകളെ ചീപ്പറാക്കി മാറ്റും ഗ്ലോബലി. അത് ഇന്ത്യയുടെ ട്രേഡിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ബട്ട് അതിന്റെ സപ്ലൈ സൈഡ് ഇഷ്യൂസ് നമ്മൾ കൃത്യമായിട്ട്, കാരണം അതിന്റെ റോ മെറ്റീരിയലും മറ്റുമൊക്കെ നമുക്ക് ചീപ്പായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വിലക്ക് തന്നെ വിൽക്കാൻ പറ്റുള്ളൂ എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ RBI ഗ്രാജുവലി ഒരു ഡിപ്രീസിയേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്, കാരണം ഇന്ത്യൻ എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അത് ഇത്തരത്തിലുള്ള സഡൻ വോൾട്ടിലിറ്റി വരുന്ന സമയത്ത് അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ പെർസിസ്റ്റന്റ് ആയിട്ട് മെല്ലെ മെല്ലെ ഡിപ്രിഷിയേറ്റ് ചെയ്യുവാണ്. അത് ഇന്ത്യൻ എക്കണോമിയുടെ സ്ട്രക്ചറൽ ചാലഞ്ചസിന് കാരണമാകുന്നുണ്ട് എന്നോട് കാണിക്കുക. കാരണം ഇന്ത്യയിലെ ഇമ്പോർട്ട് വളരെയധികം വർദ്ധിക്കുന്നുണ്ട്, എക്സ്പോർട്ട് കുറയുന്നത്. ഇതൊക്കെ ഒരു എക്കണോമിയെ സംബന്ധിച്ച് വളരെ ചാലഞ്ചിങ് ആണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ ഇന്ത്യൻ എക്കണോമിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി RBI ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യൻ എക്കണോമിനെ സ്റ്റെബിലൈസ് ചെയ്യുക, ഇന്ത്യൻ റുപ്പിയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ എക്സ്പോർട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊന്നാണ് നമ്മുടെ രാജ്യത്തേക്കുള്ള ഇമ്പോർട്ട് കുറക്കുക. പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ ഗോൾഡ് പോലുള്ള ഐറ്റങ്ങളുടെ ഇറക്കുമതി നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതേസമയത്ത് ഇൻഫ്ലേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആണ്. RBI അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാതിരിക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാതിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്കണോമി ഒരു റിസസീവ് ടെൻഡൻസിയിലേക്ക് പോകും. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി RBIയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുക എന്നുള്ളതും ക്രിട്ടിക്കൽ ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യയുടെ ഫോറസ്റ്റ് കവറുമായി ബന്ധപ്പെട്ടാണ്. ഓൾറെഡി സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25.17% എന്നാണ് പറഞ്ഞത്. ഇതിലെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് 21.76%, ട്രീ കവർ 3.41%. അപ്പോൾ 2021 ഡാറ്റ വെച്ച് നോക്കുമ്പോൾ 1445 സ്ക്വയർ കിലോമീറ്റർ വർദ്ധിച്ചിട്ടുണ്ട്. ട്രീ കവർ മാർജിനൽ ആയിട്ട് 2.91 നിന്ന് 3.141 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഫോറസ്റ്റ് പോളിസി 1988 ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 1/3 33% ജിയോഗ്രഫിക്കൽ ഏരിയയുടെ
ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ഉണ്ടാവണമെന്നാണ്. നിലവിൽ ഇത് 25.17% എന്നുള്ളതാണ്. ഇതിന് മാംഗ്രൂവ്സിനെ നോക്കിക്കഴിഞ്ഞാൽ, കണ്ടൽ കാടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ വെറും 0.15% മാത്രമാണ് വരുന്നതായിട്ടുള്ളത്. ഇത് 2021 നിന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഗുജറാത്തിന്റെ കച്ച് റീജിയനിൽ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ മാംഗ്രൂവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കണ്ടൽ കാടുകൾ. അവ കോസ്റ്റ് ലൈനുകളെ, കടൽ തീരങ്ങളെ സ്ട്രെങ്തൻ ചെയ്യാൻ, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. വേവ് ശക്തിയെ ഒക്കെ ഇതാക്കും. പ്രത്യേകിച്ചും കിഡ്നി എന്ന രീതിയിൽ, കിഡ്നി ഓഫ് എർത്ത് എന്ന രീതിയിലൊക്കെ വിളിക്കാറുള്ളത് ഈ ഒരു മാംഗ്രൂവുകളെയാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ലാൻഡ് എറോഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ സൈക്ലോൺസിനും മറ്റുമൊക്കെ ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യും എന്ന് കൂടി ഓർത്ത് വെക്കുക. ഇനി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ട്രീ കവറിന്റെ 21% നമുക്ക് ഇന്ത്യയുടെ മൊത്തം ട്രീ കവറിന്റെ 21% ഉള്ളത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്. പക്ഷെ ഇന്ത്യയുടെ ലാൻഡ് ഏരിയയുടെ 8% താഴെ മാത്രമാണുള്ളത് നോർത്ത്. അതായത് നമ്മുടെ ഈ ഒരു ഫോറസ്റ്റ് കവർ റിപ്പോർട്ടിൽ നമ്മളുടെ ടാർഗറ്റ് 33% നമുക്ക് 25% ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓർത്ത് വെക്കുക. അതിന്റെ ഭൂരിഭാഗം വരുന്നത് നോർത്ത് ഈസ്റ്റ് ഏരിയയിലാണ്. അവിടെ ലാൻഡ് ഏരിയ വളരെ കുറവായുള്ള ഒരു സ്ഥലത്താണ് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഈ ഒരു ഫോറസ്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ അല്ല എന്നുള്ളത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാറ്റീവ് ഫോറസ്റ്റുകളെ കുറെ കൂടി പ്രയോറിറ്റൈസ് ചെയ്യുക, ലോക്കലായിട്ട് ഫോറസ്റ്റുകളുടെ കൺസർവേഷന് വേണ്ടിയിട്ടും അവയെ റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. അതായത് മോണോകൾച്ചർ, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളെ ഫോറസ്റ്റുകളാക്കി, പ്ലാന്റേഷൻസിനെയും മറ്റുമൊക്കെ ഫോറസ്റ്റ് ആക്കി കണക്കാക്കുന്നതിന് പകരം നാച്ചുറൽ ഫോറസ്റ്റുകളുടെ ഡെവലപ്മെന്റിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫോറസ്റ്റുകളെയും അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് കൊണ്ടുവരിക, അതിന്റെ ഹെൽത്തിനെ അസസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്ന എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്കോസിസ്റ്റം സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരിക. അതായത് എല്ലാ സ്ഥലത്തും എല്ലാ മരങ്ങളും വെച്ചുപിടിപ്പിക്കുന്നതിനും ആ ഒരു സാഹചര്യം, അവിടുത്തെ ലൊക്കാലിറ്റി സാഹചര്യങ്ങളൊക്കെ നോക്കി അനുയോജ്യമായിട്ടുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ റീജിയണൽ ട്രെൻഡ്സുകൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ഘാട്ടിലെ, നോർത്ത് ഈസ്റ്റിലെ മാംഗ്രൂവ് റീജിയൻസിലൊക്കെയുള്ള ട്രെൻഡുകളെ നോക്കി കൃത്യമായിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കുക, അതിനെ അഡ്രസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൽ കുറെ പ്രോഗ്രസ്സും ഉണ്ട്, അതേസമയത്ത് കുറെ ചാലഞ്ചസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ജേർണി ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫോറസ്റ്റ് മാനേജ്മെന്റ് രീതിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, ക്ലൈമറ്റ് ആക്ഷനെ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ ഉണ്ടാവണം. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എൻഷുർ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാനുള്ളത്. പ്രത്യേകിച്ചും എക്കോളജിക്കൽ കൺസർവേഷനും അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസിലിയൻസും രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലെ നോ ഡിറ്റൻഷൻ പോളിസിയിലെ നടത്തിയ അമെൻമെന്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഒരു റോൾ ബാക്കിന് കാരണം, എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്നാണ് നമ്മൾ നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ നിയമമാണ്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതായത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒറിജിനൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലെ നോ ഡിറ്റൻഷൻ പോളിസിയാണ്. അതായത് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ കുട്ടിയെ തോൽപ്പിക്കുന്ന രീതിയിലില്ല, കുട്ടി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അടുത്ത വർഷത്തേക്ക് കടന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നോ ഡിറ്റൻഷൻ പോളിസി 2009 ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ കൊണ്ടുവരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ടെൻഷൻ ഇല്ലാതെ, പ്രഷറൈസ്ഡ് അല്ലാതെ ക്ലാസ് 1 മുതൽ 8 വരെ പഠിക്കുക, ഒരു തരത്തിലുള്ള പേടിയോ അല്ലെങ്കിൽ ഫിയർ ഓഫ് എക്സ്പെൽഷനോ തോൽക്കുമോ എന്നുള്ള പേടിയോ ഒന്നും ഇല്ലാതെ ആസ്വദിച്ച് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എന്നാൽ ഇതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പല സ്കൂളുകളും പരീക്ഷ പോലും നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം പരീക്ഷ നടത്തിയാലും പേപ്പർ പോലും നോക്കുന്നില്ല, കുട്ടികളെ കൃത്യമായിട്ട് അസൈൻ ചെയ്യുന്നില്ല. എന്തായാലും അവരെ ജയിപ്പിച്ചു വിടണം, പിന്നെ എന്തിനാ കഷ്ടപ്പെട്ട് സമയം കളഞ്ഞ് പേപ്പർ നോക്കുന്നത് എന്നുള്ള രീതിയിലേക്കായി പോയി. അപ്പോൾ ഇത് ആക്ച്വലി നിയമപ്രകാരം കണ്ടിന്യൂസ് ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഒക്കെ നടത്തണം, ഇതൊന്നും നടത്തുന്നില്ല. അതൊന്നും നടത്താത്തതുകൊണ്ട് ഈ ഒരു സംഭവത്തെ ഇവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചും അസസ്മെന്റ് ഫോമുകളൊക്കെ ടീച്ചർമാർ ഒരു ദിവസം ഇരുന്ന് ഒറ്റയിരുപ്പിന് മാർക്കുകൾ നിറച്ചു കൊടുക്കുന്ന സാഹചര്യമാണുള്ളത് ആക്ച്വൽ ഇവാലുവേഷൻ നടത്തുന്നതിന് പകരം എന്നുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള എവിഡൻസുകൾ വന്നായിരുന്നു നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അവസ്ഥ വളരെ മോശമാണെന്നുള്ളത്. 2018-23 വരെയുള്ള എയ്സർ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ രാജ്യത്തെ ബേസിക് റീഡിംഗ് അതുപോലെ അരിത്തമെറ്റിക് സ്കിൽസ് എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് സ്റ്റുഡൻസിന്റെ വളരെ വളരെ പൂർ ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് 14-18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരെ ലേണിംഗ് ഡെഫിസിറ്റ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു എന്നും അവരുടെ സ്റ്റഡീസ് ഉണ്ടായിരുന്നു. നാഷണൽ അച്ചീവ്മെന്റ് സർവേ 2021 സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് 3ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ എത്തുമ്പോഴത്തേക്കും വളരെ പൂർ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലാംഗ്വേജ് വിഷയങ്ങളിലും മാത്തമാറ്റിക്സിലും ഒക്കെ എന്നുള്ളതാണ് ഈ ഒരു NAS സർവേ, നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ കാണിക്കുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ക്ലാസ് 10, ക്ലാസ് 12 ബോർഡ് എക്സാമുകളിൽ ഹൈ ഫെയിലിയർ റേറ്റ് ആണ് ഉണ്ടാവുന്നത്. അതായത് 59ഓളം ബോർഡുകളിലായിട്ട് 65 ലക്ഷത്തോളം സ്റ്റുഡൻസുകൾ തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. അതേപോലെ തന്നെ COVID-19 സാഹചര്യത്തിലും മറ്റുമൊക്കെ ഈ ഒരു
ആൾക്കാർ സ്കൂളുകൾ വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഇന്റൻസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേണിംഗ് ഗ്യാപ്പുകൾ വളരെയധികം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അമെൻമെന്റുകൾ കൊണ്ടുവന്നത്. അതായത് ഇതിൽ അമെൻമെന്റ് പ്രകാരം 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള പീരീഡിൽ 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും അസസ്മെന്റ് ഉണ്ടാവും. അസസ്മെന്റിൽ കുട്ടി ജയിക്കുന്നില്ല എന്നുള്ള കുട്ടിയെ വേണമെങ്കിൽ ഡീറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ കുട്ടിക്ക് രണ്ടാമത് ഒരു സെക്കൻഡ് റീ എക്സാമിനേഷൻ കൊടുക്കണം 2 മാസത്തിന് ശേഷം. അപ്പൊ അതിൽ കുട്ടിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല, കുട്ടി വീണ്ടും പിന്നോട്ടാണ് എന്നുണ്ടെങ്കിൽ അത് പാരന്റ്സിനെയും മറ്റുമൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കുട്ടിയെ ഡീറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈവൻ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കൂളുകളിൽ ഉൾപ്പെടെ കേന്ദ്രീയ വിദ്യാലയ, ജവഹർ നവോദയ വിദ്യാലയ ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും ബാധകമാണ് എന്ന് കൂടി ഓർത്തു വെക്കണം. അപ്പൊ ഈ ഒരു അമെൻമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഡീറ്റൻഷൻ വഴി കുട്ടികളെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ, കാരണം ടീച്ചർ മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുട്ടി തോറ്റിട്ടുണ്ടാവുക. അപ്പൊ കുട്ടിയെ അങ്ങനെ ആ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ കാരണം കുട്ടി തോൽക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതേപോലെ ഇവിടെ കുട്ടികളൊന്നും പഠിക്കുന്നില്ലെങ്കിലും ടീച്ചർമാരുടെ മേലെ വലിയ ഉത്തരവാദിത്തം വരുന്നു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അതായത് കുട്ടികളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള റിഗറസ് ആയിട്ടുള്ള അപ്രൈസലുകളും ഇൻസെന്റീവ്സും ഒക്കെ ടീച്ചിങ്ങിന്റെ മേലെ നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന സജഷൻസ് എന്ന് വെച്ചാൽ സ്കൂൾ ലെവലിൽ കൃത്യമായിട്ടുള്ള അസസ്മെന്റുകൾ നടത്തുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ലേണിംഗ് ഗ്യാപ്പുകളെ അഡ്രസ്സ് ചെയ്യുക, മനസ്സിലാക്കുക, അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് പ്രത്യേകിച്ചും ഹൈ എൻഡ്, അതായത് ഫൈനൽ ഇയർ എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തി അത് പ്രകാരം എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഇവാലുവേറ്റ് ചെയ്ത് കുട്ടികളെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ടീച്ചർമാരുടെ അപ്രൈസൽസും മറ്റുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് നല്ല അപ്രൈസൽ ഉണ്ടാവുക, നല്ല പ്രൊമോഷൻ നൽകുക. അത്തരത്തിൽ ടീച്ചർമാരുടെ പെർഫോമൻസിനെ മെഷർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ എടുക്കുക. അതായത് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ടീച്ചർമാർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടത്തി അവരെ ഡെവലപ്ഡ് ആവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ലേണിംഗ് ഗ്യാപ്പുകൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തുക. സ്കൂളുകളിൽ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളും കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസും മറ്റുമൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള ഇവാലുവേഷൻ സിസ്റ്റത്തെ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ സിസ്റ്റം ആണ്. അതിനെ കൃത്യമായിട്ട് റിഫൈൻ ചെയ്യുക, റിവൈവ് ചെയ്യുക എന്നുള്ളതാണ്. ടീച്ചർമാർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ നൽകുക. കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോർമേറ്റീവ് ആയിട്ടുള്ള സമ്മേറ്റീവ് ആയിട്ടുള്ള അസസ്മെന്റുകൾ നടത്തിക്കൊണ്ട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെയും സ്കൂളുകളിലും ഒക്കെ അവരുടെ ലേണിംഗ് ഔട്ട്കമ്മിന് അനുസരിച്ച് അവാർഡുകൾ നൽകാൻ വേണ്ടി ശ്രമിക്കുക. പ്രത്യേകിച്ചും ഡിസഡ്വാൻറ്റേജ്ഡ് സ്റ്റുഡൻസിനും മറ്റുമൊക്കെ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്നവർക്ക് പ്രത്യേക പ്രൊമോഷൻസ് നൽകുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കുറേ സജഷൻസ് നമുക്ക് വയ്ക്കാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വെക്കുക. ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.